ഇന്ന് നമ്മൾ ഒരു സൂപ്പർ പായസമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ പാലട പ്രഥമൻ, പാലട പായസം. അത് കറക്റ്റ്, അത് ശരിക്കും സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കി വരുമ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു കളറിൽ കിട്ടൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാക്കറ്റുകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ശരിക്കും അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ് ഞാനിടും കേട്ടോ. ഇതിപ്പോൾ ടൈമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. ഒരുപാട് നേരം ഇളക്കി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല വൃത്തിയുള്ള കുക്കർ വേണം എടുക്കാനായിട്ട്. അതായത് നമ്മൾ കറികളും കാര്യങ്ങളൊക്കെ വെക്കുന്ന കുക്കറാണെങ്കിൽ അത് കറക്റ്റായിട്ട് വരത്തില്ല, പെട്ടെന്ന് പാല് പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു അട ഉണ്ടാക്കുന്ന ഇതിൻ്റെ പാക്കറ്റാണ് കേട്ടോ, അരി വെച്ചിട്ടുള്ള അടയുടെ പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഇൻസ്റ്റൻ്റാണ്, ഇതിലെല്ലാം പഞ്ചസാരയൊക്കെ ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി പോലെ നമ്മളിപ്പം തൽക്കാലത്തേക്ക് ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഇവർ ഈ പാക്കറ്റിൻ്റെ മുകളിൽ അരമണിക്കൂറാണ് പറയുക, പക്ഷേ ശരിക്കും ഞാനൊരു 1 മണിക്കൂർ വരെയൊക്കെ ഞാൻ അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് കുറുക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1 ലിറ്ററിൻ്റെ കണക്കാണ്. അതായത് നമ്മൾ അടയുടെ പാക്കറ്റ് വാങ്ങിച്ചേക്കുന്നത് 200 ഗ്രാമിൻ്റെതാണ്. അപ്പോൾ അതിന് കറക്റ്റ് 1 ലിറ്റർ പാല് വേണം എടുക്കാനായിട്ട്. 1 ലിറ്റർ പാലിൻ്റെ കൂടെ 2 കപ്പ് വെള്ളം, അതായത് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന കപ്പുണ്ടല്ലോ, അതിൽ 2 കപ്പ് വെള്ളം, കൂടുതൽ വെള്ളം ചേർക്കരുത് കേട്ടോ. എന്നിട്ട് ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ചെറിയ കപ്പിൽ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക. വേറെ ഒന്നും ഇതിൽ ഈ ഒരു ടൈമിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാലും പഞ്ചസാരയും കൂടെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് അത് വറ്റിച്ചെടുക്കണം. അതായത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുക്കർ മൂടി വെച്ചിട്ട്, കുക്കറിലാണ് പെട്ടെന്ന് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് ഇളക്കി ഒരു 6-7 മണിക്കൂറൊക്കെ കഴിയും ഇതൊന്ന് ഇളകി കുറുകി വരാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊന്നും ഇപ്പോൾ ആരും ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ നമ്മളെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് പൊന്തി വരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ അത് കട്ടായിപ്പോയി. നമ്മളെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സൈഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ തിളച്ച് വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ശരിക്കും അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ് ചെയ്യാം കേട്ടോ ഞാൻ. ഇതിപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടത് കഴിക്കുന്ന രീതി, പപ്പടവും പഴമൊക്കെ വെച്ചിട്ട് കഴിക്കുന്ന രീതിയും ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, അവർ പാക്കറ്റിൽ 1/2 മണിക്കൂറാണ് പറയണത്. ഞാൻ ഏത് കമ്പനിയുടേതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ 1/2 മണിക്കൂറാണ് പറയണത് ലോ ഫ്ലെയിമിൽ. പക്ഷേ ഞാൻ 1 മണിക്കൂർ മുതൽ 1.25 മണിക്കൂർ വരെ ഞാനിത് അടുപ്പിൽ ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് തിളപ്പിച്ച് കുറുക്കി വറ്റിച്ചെടുത്തിട്ട്, അപ്പോൾ മാത്രമേ ആ ഒരു പായസത്തിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 1.25 മണിക്കൂർ അടുപ്പിൽ ഏറ്റവും സിമ്മിൽ തിളച്ച് പൊന്തി വരരുത്, ഏറ്റവും സിമ്മിലിട്ടിട്ട്, എന്നാലും ആ ഒരു കാരമലിൻ്റെ ആ കളറും പഞ്ചസാരയുടെ കിടന്ന് തിളച്ചിട്ട് ആ കാരമലിൻ്റെ ആ കളറും ആ ഒരു ഇത് കറക്റ്റ് ടെക്സ്ചറിൽ വരത്തുള്ളൂ കേട്ടോ. നമ്മൾ സദ്യയുടെ ഒക്കെ കൂടെ കഴിക്കുന്ന ആ ഒരു പായസത്തിൻ്റെ ആ ഒരു രീതി, ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ ഞാനൊരു അടച്ച് വെച്ചിട്ട് ഏറ്റവും സിമ്മിലിട്ടിട്ട് 1.25 മണിക്കൂർ ഞാൻ തിളപ്പിച്ച് വറ്റിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ മിക്സിൽ നിങ്ങൾ മധുരം കുറച്ച് കുറവ്, ഇപ്പം കറക്റ്റ് മധുരം ഉണ്ട് അതിൽ. കുറച്ചും കൂടെ കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ നല്ലതുപോലെ മധുരം ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ അവരെ കൂട്ടിലുള്ള മധുരം കറക്റ്റാണ് കേട്ടോ, കറക്റ്റ് മധുരത്തിൽ വരുന്നതാണ്. ചിലവർക്ക് അത് കുറവായിരിക്കും. അപ്പം നമ്മുടെ പായസം ഇവിടെ കുറുകി ആ അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ കണ്ടോ, നന്നായിട്ട് ഇരുന്ന് തിളച്ച് പൊന്തി വരരുത്. അത് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ടും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ.
അടച്ച് വെച്ചിട്ട് പതിയെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിലേക്ക് ഇത്തിരി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യല്ല എങ്കിലും ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റും. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിൻ്റെ കൂടെ ഈ ഒരു പാലട പ്രഥമൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുക്കർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ നിങ്ങൾ പായസം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ പാല് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇതിപ്പോൾ കണ്ടോ ഞാൻ ഗ്ലാസ്സിലും ഒരു ബൗളിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ അടയൊക്കെ താഴെ ഊർന്ന് കിടന്നിട്ട് മുകളിലിങ്ങനെ പാല് മാത്രം, അങ്ങനെയല്ല കണ്ടോ, എല്ലാം കൂടെ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ കട്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പാലട പ്രഥമൻ ഉണ്ടാക്കി നോക്കുക. ഈ ഒരു പായസം എന്ന് പറയുന്നത് ഉണ്ടാക്കി നോക്കുക. ഞാനിത് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു 2 പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 പപ്പടവും കൂടി ഈ ഒരു രീതിയിൽ കഴിക്കുമ്പോഴും ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട്, എനിക്ക് വാഴയില കിട്ടിയില്ല, അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ഒന്ന് കഴിച്ചിട്ട് കഴിക്കുക. ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്ത് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടി എനിക്ക് അറിയിക്കണം. ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.